മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളി. അതൊരു +1 വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. പാലക്കാട് ആനക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് സംഭവം. ഇതാണ് ദൃശ്യങ്ങൾ. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കുനാല് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. ഇന്നെ ഫോൺ വേണ്ട, എന്റെ ഫോൺ വേണ്ട. ഞാൻ ഇവിടെ നല്ലപോലെ രീതിക്ക് സ്കൂളിൽ സത്യമായിട്ട് ഞാൻ പോകുള്ളൂ. ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കടത്തി തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടേ സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കുനാല് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. ഇന്നെ ഫോൺ വേണ്ട, എന്റെ ഫോൺ വേണ്ട. ജി പ്രസാദ് കുമാർ ഉണ്ട്. ഇത് എന്താ ഇപ്പോൾ പറയുക, ഇതിന് പറയാൻ സത്യത്തിൽ വാക്കുകളില്ല. ഈ പയ്യൻ്റെ വീട്ടുകാരൊക്കെ ഇതൊക്കെ കാണുക, ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ സ്കൂളിൽ പെരുമാറുന്നതെന്ന് കാണുക, പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഇതിപ്പോൾ നമുക്ക് മുഖവും കാണിക്കാൻ പറ്റില്ല, 18 വയസ്സിൽ താഴെയുണ്ട്, മുഖം കാണിക്കാൻ പറ്റില്ല. അതൊരു ഉപകാരമായിട്ട് ഇങ്ങനെയുള്ളവർക്ക് മാറുന്നുണ്ടെന്നത് സത്യമാണ്. പ്രസാദ്, ഇത് എന്തെങ്കിലും നടപടി സ്കൂളിൽ നിന്നുണ്ടായോ, പോലീസിൻ്റെ ഇടപെടലുണ്ടായോ? കൊന്നിടുമെന്നൊക്കെയാണ് ഒരു സാറിനോട് പറയുന്നത് മഹാൻ. എന്താ ദിവിഷെ, 16-17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ്. അത് സ്കൂളിലെ അധ്യാപകനോട് സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല, പക്ഷേ ഇവൻ മൊബൈൽ കൊണ്ടുവന്നപ്പോൾ അത് സ്കൂളിൽ നിന്ന് പിടിച്ചു. സ്വാഭാവികമായിട്ടും മറ്റു കുട്ടികൾ കാണും, അവർ മറ്റ് അധ്യാപകരോട് പരാതിപ്പെടും. അങ്ങനെ പിടിച്ചു. അവൻ പിടിച്ചപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഈ പ്രധാനാധ്യാപകൻ റൂമിലേക്ക് വിളിച്ചിട്ട് വന്നാൽ അവിടെ വെച്ചാണ് ഈ കൊലവിളി നടത്തുന്നത്. സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടൊക്കെ നടത്തുന്ന കൊലവിളി നമ്മൾ കണ്ടിട്ടുണ്ട്, വാർത്തയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു 16 വയസ്സ് അല്ലെങ്കിൽ 17 വയസ്സുള്ള ഒരു പയ്യനാണ് പ്രധാനാധ്യാപകനെതിരെയും അധ്യാപകർക്കെതിരെയും ഒരു കൊലവിളി നടത്തുന്നതാണ്. +1 വിദ്യാർത്ഥിയാണ്. ആനക്കര ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഈ സംഭവം. വെള്ളിയാഴ്ചയാണ് നടന്നത്. എന്തായാലും അധ്യാപകത്തിനെതിരെ പോലീസിൽ പരാതി ഇതുവരെ നൽകിയിട്ടില്ല, പക്ഷേ ഇന്ന് പരാതി നൽകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വീഡിയോ എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ തന്നെ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൽ ഒരു നടപടിയെടുക്കും. ഒരുപക്ഷെ വേറെ രീതിയിൽ പോയില്ലെങ്കിൽ പോലും അവനെ, ഈ പയ്യനെ ബന്ധുക്കളെയും അതുപോലെ അച്ഛനമ്മമാരെയൊക്കെ വിളിച്ചു വരുത്തി ഒരു ഉപദേശം കൊടുക്കാനുള്ള നടപടിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഉപദേശം പ്രസാദ്, ഇപ്പോൾ 10-16 വയസ്സുള്ള പയ്യനെ കൊന്നിടുമെന്നാണ് അധ്യാപകനോട് പറയുന്നത്. ഇങ്ങനെ അധ്യാപന മുമ്പിൽ ഇരുന്ന് കൈ ചൂണ്ടി സംസാരിക്കുന്നു. അത് ശരി, ഇനി സ്വാതന്ത്ര്യമാണ്, കൈ ചൂണ്ടാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്നായിരിക്കും ഇപ്പോൾ ഒരു വാദം വരിക. ഓക്കെ, നമുക്കറിയാം 10-15 വയസ്സുള്ള പയ്യന്മാരാണ് ഒരു 30-കാരനെ ഒറ്റക്കുത്തിന് തൃശ്ശൂരിൽ കൊന്നത്. 15 വയസ്സുള്ളവനാണ് 17-കാരനെ ചുറ്റികൊണ്ട് തലക്കടിച്ചു കൊന്നത്. അപ്പോൾ ഈ 16 വയസ്സ് എന്നതൊരു നിഷ്കളങ്ക പ്രായമായും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയില്ല. ഒരു കുട്ടിയാണ്, ബാലനാണെന്നൊന്നും കരുതാൻ പറ്റുന്ന സാഹചര്യമല്ല. അത്രയേറെ എല്ലാ വശങ്ങളോടും എക്സ്പോഷർ കിട്ടുന്ന കുട്ടികളാണ്. അപ്പോൾ ഇത് പോലീസിൽ തന്നെ പരാതിപ്പെട്ട് അതിൻ്റേതായ രീതിയിൽ നടപടി എടുക്കേണ്ടതാണ്. ഇങ്ങനെ കൊലവിളിക്കുന്ന ആൾ കൊല്ലില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും അത്തരം പല സംഭവങ്ങൾ നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ ചിന്മയ മിഷൻ സ്കൂൾ തൃശ്ശൂരിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ചിന്മയ മിഷൻ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപിക്കുന്നതിന് എയർഗൺ ഉപയോഗിച്ചാണ് വെടിയുതിർത്തൊരു സംഭവമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആദ്യം ഭീഷണിപ്പെടുന്നു. അപ്പോൾ വളരെ കുട്ടിയല്ലേ, നിസ്സാരമാണെന്ന് കണക്കാക്കുന്നു. പക്ഷേ സ്കൂളിൽ വന്ന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അതുപോലെ ഈ കുട്ടികളും ഇത്തരം കുട്ടികൾ ഇപ്പോൾ ഈ ഒരു മാതൃകാപരമായ ശിക്ഷ കുട്ടികൾക്ക് നൽകിയില്ലെങ്കിൽ പിന്നെ ഈ കുട്ടി ആവർത്തിക്കും. മാത്രമല്ല, ഇത് കാണുന്ന ഇത്രയും നടപടി ഉള്ളൂ എന്ന് കാണുമ്പോൾ ഇനി മറ്റു കുട്ടികളും ഇതുപോലെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൽ പരാതി നൽകുന്നതിനൊപ്പം പോലീസ് ഇതിനെതിരെ ശക്തമായിട്ടൊരു നടപടി കൂടി എടുക്കണം. ഉപദേശം മാത്രം ഞാൻ പറഞ്ഞത് കുട്ടിയല്ലേ ഒരു നോർമൽ ആയിട്ടുള്ള വിദ്യാർത്ഥി ഈ രീതിയിൽ പെരുമാറുമോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമാണ്. നമുക്കറിയാം, ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾ +1 +2 കുട്ടികളൊക്കെ എത്രമാത്രം ലഹരിക്ക് അടിമയാണെന്ന് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിനൊക്കെ തടയിടാനുള്ള വേണ്ടത്ര നടപടികൾ പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല എന്നൊക്കെ. അതിൻ്റെ ഗൗരവം നമ്മുടെ നാട്ടുകാർ പോലും സമൂഹം പോലും ഇപ്പോഴും പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന സങ്കടകരമായ കാര്യമാണ്. ഒരു സാധാരണ മാനസികാവസ്ഥയിലുള്ള ഒരു പയ്യൻ ഇതുപോലെ പറയുമോ? ലഹരിക്ക് അടിമയാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരും. നമുക്കിപ്പോൾ അതിന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ നമ്മളെ തെളിവുകളില്ലാത്ത നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ദേവിച്ച് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു കുട്ടി ഇങ്ങനെ പെരുമാറണമെങ്കിൽ മൊബൈൽ കൊണ്ടുവന്ന് സാധാരണ അധ്യാപകർ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിട്ടതിന് ശേഷം പോയിട്ട് ചോദിക്കും.
അതല്ലെങ്കിൽ അച്ഛനമ്മയോടോ പറഞ്ഞ് കരഞ്ഞിട്ട് ചോദിക്കും, ഇനി ആവർത്തിക്കില്ല. ആ രീതിയിലാണ് കണ്ട് ശീലമുള്ളൂ. സാധാരണ ഒരു വിദ്യാർത്ഥി സ്കൂളിൽ അങ്ങനെയാണ് പതിവ്. അല്ലെങ്കിൽ ഫൈൻ അടിച്ച് മൊബൈലും കൊണ്ട് പോകും, ഇനി കൊണ്ടുവരില്ല എന്ന് പറയും. പക്ഷേ ഇതല്ല, സ്കൂളിൽ ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ ഭീഷണി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രധാനാധ്യാപകനെ കൊണ്ട് കൊടുത്ത് ആ മൊബൈൽ എടുക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ എന്തുവേണമെങ്കിലും റെക്കോർഡ് ചെയ്തോ, അതൊന്നും കുഴപ്പമില്ല, എനിക്കൊരു ശീലമുണ്ട് എന്നാണ് പറയുന്നത്. എന്തൊരു ധാർഷ്ട്യം അല്ലെങ്കിൽ എന്തൊരു ഭീഷണിയാണ്. സാധാരണ കുട്ടികളല്ല, നമ്മൾ കുട്ടികൾ അപ്പുറത്ത് പോയിട്ട് യുവാക്കൾ പോലും ഇങ്ങനെ ഒരു മുതിർന്ന ഒരു അധ്യാപകനോടൊക്കെ സംസാരിക്കുമെന്ന് സംശയമാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ സ്കൂളുകളിലെല്ലാം ലഹരി ഇടപാടുകൾ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കടത്തി തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെന്റലായിട്ട് ഹരാസ്മെന്റ് വീഡിയോ ഒക്കെ എടുത്തിക്കണേ. സാറിന് പിന്നെ എവിടെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കുനാന് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോൺ ഉണ്ടോ? എന്റെ ഫോൺ ഉണ്ടോ? ഞാൻ മാഷോട് എന്താ കാണിച്ചത്? പുറത്ത് ഞാൻ ഇവിടെ നല്ലപോലെ രീതിക്ക് സ്കൂളിൽ സത്യത്തിടെ ഞാൻ പോവുള്ളൂ. ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കടത്തി തേങ്ങ മാങ്ങച്ച കാട്ട്. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെന്റലായിട്ട് ഹരാസ്മെന്റ് വീഡിയോ ഒക്കെ എടുത്തിക്കണേ. സാറിന് പിന്നെ എവിടെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കുനാന് കൊന്നിട്ട്